ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് സ്നാപ്സീഡിൻ്റെ ഒരു ട്യൂട്ടോറിയലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെൻ്റെ ഒരു ഫസ്റ്റ് ടെക് വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യുക. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ആദ്യം തന്നെ ആ സ്നാപ്സീഡ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇതാണ് ഒരു ഇൻ്റർഫേസ്. അപ്പോൾ ടാപ്പ് എനിവെയർ ടു ഓപ്പൺ എ ഫോട്ടോ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചൊരു പിക്കാണ് എടുക്കാൻ പോകുന്നത്. അത് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇതിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. സ്മൂത്ത്, പോപ്പ്, അതേപോലെ ആക്ച്വനൈറ്റ്, അങ്ങനെ കുറേ ഫിൽറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാനതൊന്നും ഉപയോഗിക്കുന്നില്ല. ടൂൾസ് എടുത്തു. ടൂൾസിൽ സെലക്റ്റീവ് എടുത്തു. ഞാനൊരു ഇതാണ്ട് ഇവിടെ ആയിട്ടൊന്ന് സെലക്ട് ചെയ്ത് ഒന്ന് ബ്രൈറ്റ്നെസ് കൂട്ടുകയാണ്. ബ്രൈറ്റ്നെസ് ഒന്ന് കൂട്ടിക്കൊടുത്തു. ഒന്ന് ഇവിടെയായിട്ട് ഒന്ന് ബ്രൈറ്റ്നെസ് കൂട്ടി, എന്നിട്ട് സാച്ചുറേഷൻ കുറച്ച് കൂട്ടി. അതേപോലെ തന്നെ മുകളിൽ സാച്ചുറേഷൻ അത്ര, ബ്രൈറ്റ്നെസ്സും കുറച്ചു. ഓക്കെ, ബ്രൈറ്റ്നെസ് ഒന്ന് കൂട്ടി. ഒന്നിവിടെ ആയിട്ട് കൊടുക്കുക. ഒന്ന് ഷർട്ടിലായിട്ട് കൊടുക്കാം. ബ്രൈറ്റ്നെസ്സും സാച്ചുറേഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ആ റിയൽ പിക്ക്. ആ പിക്ക് നമ്മൾ ഇത്രയാക്കി. ഇതിൽ വളരെ നല്ല രീതിയിൽ തന്നെ എഡിറ്റിങ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അടുത്തായിട്ട് ഞാനൊന്ന് ഗ്ലാമർ ഗ്ലോ എടുത്തു. ഇതിൽ ഫസ്റ്റ് ഇതാണ്. പല പല ഫിൽറ്റേഴ്സ് ഉണ്ട്. അതിൽ ഞാനൊരു തേർഡ് ഫിൽറ്റർ, സെക്കൻഡ്, ഇത് ഞാൻ സെലക്ട് ചെയ്തു. അതിൽ കുറച്ച് അല്ലേ, ഇതാണ് റിയൽ പിക്ക്. ഇതാണ്, അതിനാണ് നമ്മൾ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ടൂൾസിൽ പിന്നെയും പോയി ബ്രഷസ് ഉപയോഗിക്കാം. എക്സ്പോഷർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സാച്ചുറേഷൻ ഷർട്ടിൻ്റെ ഇവിടെയൊക്കെ ആയിട്ട് കൂട്ടി കൊടുക്കാൻ പറ്റും. സാച്ചുറേഷൻ വേണ്ടാന്ന് വെച്ചു. ടൂൾസിൽ പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്നത് പോർട്രേറ്റ് ഉണ്ട്. ഫേസ് സ്പോട്ട് ലൈറ്റ് കൂട്ടാം. അത് കൂട്ടി കൊടുക്കുമ്പോൾ നല്ല ഒരു എഡിറ്റിങ് ഇത് വരും. പിന്നെ അതേപോലെ തന്നെ ടെക്സ്റ്റ് സീനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. ടെക്സ്റ്റസ് ദ ഹീറോ എന്ന് ഞാൻ കൊടുക്കുകയാണ്. അതൊന്ന് ഞാൻ സൈഡിലായിട്ട് താഴെ തന്നെ ഇട്ട് വെക്കുക. ഓക്കെ, ഹീറോ. ഇത് റിയൽ പിക്കും ഇതും തമ്മിലുള്ള ഇപ്പോൾ ഒരു വ്യത്യാസം നോക്കുക. ഫേസിലെല്ലാം ബ്രൈറ്റ്നെസ് കൂടി വരുന്നത്. ഇത് റിയൽ പിക്കാണെങ്കിൽ ഇതാണ് നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ. പിന്നെ അതേപോലെ ടൂൾസിൽ വേറെ കുറേ ഫ്രെയിം നമുക്ക് നൽകാം.
കുറേ അധികം ഫ്രെയിംസ് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ ട്യൂൺ ഇമേജ്, സാച്ചുറേഷൻ, അങ്ങനെ കുറേ. പിന്നെ അതിന് ഓട്ടോ അഡ്ജസ്റ്റ് അണ്ടു ചെയ്ത് അങ്ങനെ കൂട്ടം മറിക്കെല്ലാം ചെയ്യാം. 0 ഇട്ടു. ടൂൾസിൽ പിന്നെ പോയി കേഴ്സ്, സാച്ചുറേഷൻ ലോയും ഹൈ ആക്കുന്നു. അപ്പോൾ അത് ഞാൻ വേണ്ട. പിന്നെ അതേപോലെ തന്നെ കുറേ അധികം ഫീച്ചേഴ്സ് ഉള്ളതാണ് ഈ സ്നാപ് ട്യൂബിൽ. കുറേ അധികം ഫിൽറ്റേഴ്സ് ഇവർ തരുന്നുണ്ട്. അതിൽ ബ്രൈറ്റ്നസ് കൂട്ടും കുറയ്ക്കുകയെല്ലാം ചെയ്യാം. പിന്നുള്ളത് ലെൻസ് ബ്ലർ, അതൊരു മെയിൻ സംഭവമാണ്. ഇതിൽ കൂട്ടിക്കൊടുക്കാം. ബ്ലറിൻ്റെ സ്ട്രെങ്ത് കണ്ടോ, മുകളിൽ കാണാം. സ്ട്രെങ്ത് കൂടുമെന്ന് പറയുന്നത്. ഇങ്ങനെ പല ഫീച്ചേഴ്സ് ഇതിലുണ്ട്. പിന്നെ ബ്ലർ, സ്ട്രെങ്ത്, ട്രാൻസിഷൻ, വിൻറ്റേജ്, അങ്ങനെ പറയാം. പിന്നെ അത് ലാറ്ററലായിട്ടെല്ലാം കൊടുക്കാൻ പറ്റും. അത് വേണ്ടാന്ന് ഞാൻ വെച്ചു. ഓക്കെ, കുറച്ചുകൂടെ ഷാർപ്പനിങ് കൂട്ടാൻ പറ്റും. ഷാർപ്പനിങ്, ലേശം. ഓക്കെ, നോക്കുക റിയൽ ഇമേജ് ഇതിൽ നമ്മളുള്ള വ്യത്യാസം. ഇതൊക്കെയാണ് ഇതിനകത്ത് മെയിൻ സംഭവങ്ങൾ. നാച്ചുറലായിട്ട് അതിൻ്റെ ഒരു ബ്രൈറ്റ്നസ് പോലെ കൂട്ടാൻ പറ്റും. പക്ഷെ അത് ഭയങ്കര ബോറായിപ്പോവും. ഫിൽറ്റർ 0 തന്നെ കിട്ടും. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഹെഡ് പോസ് ചെയ്യുക. ക്രോപ്പിൻ്റെ ഓപ്ഷനുണ്ട്. ക്രോപ്പിൻ്റെ ഓപ്ഷനെല്ലാം മെയിൻലി നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ക്രോപ്പാക്കി കൊടുക്കുക. ഫ്രെയിംസിൽ പോയി ഒന്ന് ഫ്രെയിംസ് ഇട്ടിട്ട് ഓക്കെ. Export tools, strings, HDR escape, find people, strong find, കുറച്ച് export, strength, okay, tools enable. ഹീലിംഗ് വേണം കൊടുക്കാം. ആ ഒരു അവിടെ വല്ല മാർക്കുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കൊടുത്തെങ്കിൽ, പക്ഷെ അത് ഭയങ്കര പോറായിപ്പോവും. അതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് വെച്ചു. പിന്നെ നോയർ എടുത്തു. നോയർ അതിൻ്റെ ഒരു ഫിൽറ്റർ മോഡാണ്. ഇതിൽ പലതരം ഫിൽറ്ററുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. ടൂൾസ്, ഹൈഡ്രോളിക്സ്. പിന്നെ ഇപ്പോൾ സ്നാപ്സീഡിൻ്റെ ഒരു ബെനഫിറ്റ് എന്ന് എനിക്ക് തോന്നിയത്, അതിൽ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വാട്ടർ മാർക്ക് വരില്ല. ഒരു ബിഗ് ബെനഫിറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് നമ്മൾ ഉപയോഗിച്ചാൽ എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞെങ്കിൽ അതിൽ സേവ് ക്രിയേറ്റ് എ കോപ്പി ഓഫ് യുവർ ഫോട്ടോ എന്ന് ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഫോട്ടോ സേവായി. ആ വ്യൂ ഒന്ന് അടിച്ചാൽ അതാണ് ഫോട്ടോ, നമ്മൾ ക്ലിയർ ചെയ്ത് എടുത്ത ആ ഫോട്ടോ.
ഇതിൽ നമുക്ക് നമ്മൾ ആ ടെക്സ്റ്റെല്ലാം നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് സ്നാപ്സീഡിൻ്റെ ട്യൂട്ടോറിയൽ. ഇത്ര എനിക്ക് പറഞ്ഞുതരാൻ പറ്റൂ. കാരണം സ്നാപ്സീഡിൽ മെയിനായിട്ട് ഇത്രയൊക്കെ വരുന്നുള്ളൂ. സെലക്റ്റീവ്, ബ്ലർ, പോർട്രേറ്റ്, ലെൻസ് ബ്ലർ, അതേപോലെ തന്നെ ഗ്ലാമർ ഗ്ലോ, അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ സെലക്റ്റീവിൽ കോൺട്രാസ്റ്റും കാര്യങ്ങളെല്ലാം ഇതൊക്കെയാണ് മെയിൻ. പിന്നെ ബ്രഷ്, പിന്നെ സാച്ചുറേഷൻ കൂട്ടുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം ഇതിൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കൃത്യനേരത്തെത്താൻ വേണ്ടി ആ ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യുക. താങ്ക് യു.